പാലക്കാടൻ വഴികളിലൂടെയുള്ള കാഴ്ചകൾ എന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട്. ജനിച്ച നാൾ തൊട്ട് യാത്ര ചെയ്യുന്ന വഴികളാണ് ഇവയെല്ലാം. എന്നാലും എന്നും പുതുമയോടുകൂടിയാണ് ഈ വഴിയിലെ കാഴ്ചകളെല്ലാം നോക്കി കാണാറ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള അയലൂർ പഞ്ചായത്തിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അയലൂരിലെത്താൻ കഴിയും. അയലൂരിൻ്റെ ദൃശ്യഭംഗി ഒപ്പിയെടുത്ത കുറേ വീഡിയോസ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. മഴയും വെയിലും ഇടകലർന്ന ഒരു കാലാവസ്ഥ. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വെയിൽ മഴയ്ക്കായി വഴിമാറി കൊടുക്കുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് അയലൂരിലേക്ക് എത്താൻ കുറേ വഴികളുണ്ട്. അതിൽ പല്ലാവൂർ വഴിയാണ് ഇന്നത്തെ യാത്ര. കൊടുവായൂർ, പല്ലാവൂർ, നെന്മറ വഴി അയലൂരിലേക്കുള്ള യാത്ര ഗ്രാമങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരാളെയും ആകർഷിക്കും. ഈ വഴിയിൽ കുറേ നെൽപ്പാടങ്ങളും ചെറിയ അരുവികളും പുഴകളും പഴയ ചായക്കടകളെല്ലാം കാണാൻ കഴിയും. മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്തും ഈ വഴിയിലെല്ലാം പച്ചപ്പ് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കുന്നതെന്ന് ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത്രയേറെ നെൽപ്പാടങ്ങളാണ് പോകുന്ന വഴിയിലെല്ലാം. അങ്ങനെ മഴയും പച്ചപ്പെല്ലാം കണ്ട് ആസ്വദിച്ച് അയലൂർ എത്തിക്കഴിഞ്ഞു. ഇതിനു മുൻപ് ചെയ്ത അയലൂർ വീഡിയോസ് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു. നാട്ടിൽ വരിക, അവിടെയുള്ള കുറച്ചുപേരെ കാണുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അയലൂരിലേക്ക് യാത്ര തിരിച്ചത്. അയലൂർ പോലുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ക്യാമറ കയ്യിൽ കരുതാറുണ്ട്. അയലൂർ എത്തിയതും ആദ്യം വന്നത് ഇവിടെ പ്രസിദ്ധമായ താമരക്കുളത്തിനടുത്താണ്. കുളത്തിനടുത്തായി നാഗങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെയായി അയിലമുടിച്ചി മലയും കാണാൻ കഴിയും. അയിലമുടിച്ചി മലയുടെ താഴ്വാരത്തുള്ള നാടാണ് അയലൂർ. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ താമരക്കുളം. മഴക്കാലമായതുകൊണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത അയലൂർ വീഡിയോസിലും താമരക്കുളത്തിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിരുന്നു. അയലൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകൾ മനസ്സിൽ കടന്നു വരാറുണ്ട്. അതിലൊന്നാണ് ഇവിടുത്തെ ഈ താമരക്കുളം. ഒരു കാലത്ത് ഈ നാട്ടുകാർ മുഴുവൻ വെള്ളത്തിനായി ആശ്രയിച്ചിരുന്നൊരു കുളമായിരുന്നു ഇത്. പലരും ഇന്ന് ഈ നാടിനോട് യാത്ര പറഞ്ഞു പോയി. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ഈ താമരക്കുളം. നല്ല വൃത്തിയോടുകൂടി തന്നെ ഇപ്പോഴും ഈ കുളം ഈ നാട്ടുകാരെ നിലനിർത്തിയിട്ടുണ്ട്. അയലൂർ ഗ്രാമത്തിലൂടെയുള്ള യാത്രക്കിടയിൽ നെൽപ്പാടങ്ങളും തെങ്ങുകൾക്കിടയിലൂടെ പലയിടങ്ങളിലായി അയലൂർ പുഴയും കാണാൻ കഴിയും. മഴക്കാലത്താണ് ഈ പുഴയുടെ പൂർണ്ണ രൂപം ഇവിടെ കാണാൻ കഴിയുക. പ്രസിദ്ധമായ ഭാരതപ്പുഴയായി ചേരുന്ന പുഴകളിലൊന്നാണ് ഈ അയലൂർ പുഴയും. അയലൂരിനെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ 2 കാരണങ്ങളാണുള്ളത്. ഈ അടുത്ത കാലത്ത് കുറച്ച് സുഹൃത്തുക്കളായി സംസാരിക്കുന്നതിനിടയിൽ അയലൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. തനതായ പാലക്കാടൻ കാഴ്ചകളുടെ ഒരു കലവറയാണ് അയലൂർ. പലരും കാണാൻ കൊതിക്കുന്ന പഴമ ഉറങ്ങാത്ത തനതായ കേരളത്തിൻ്റെ കാഴ്ചകൾ ഇന്നും ഇവിടെ കാണാൻ കഴിയും. ഈ വീഡിയോ ചെയ്യാനുള്ള 2ാമത്തെ കാരണം ഈ കാണുന്ന സ്ഥലമാണ്. അയലൂർ പടിഞ്ഞാത്തറയിൽ നിന്ന് കാരക്കാട്ടുപറമ്പിലേക്ക് പോകുന്ന വഴിയാണത്. നോക്കെത്താ ദൂരത്തുള്ള നെൽപ്പാടങ്ങൾക്കിടയിൽ അത്യാവശ്യം ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ച വളരെ മനോഹരമായ ചെറിയൊരു റോഡാണ്
അയിലൂർ പടിഞ്ഞാത്തറയിൽ നിന്ന് കാരക്കാട്ടുപറമ്പിലേക്ക്. ഈ സ്ഥലത്തിൻ്റെ മൊബൈലിലെടുത്തൊരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ ഇടാനിടയായി. ഈ സ്ഥലം എവിടെയെന്നുള്ള കുറേ ചോദ്യങ്ങൾ മെസ്സേജായി വന്നു തുടങ്ങി. ആ മെസ്സേജുകൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പക്ഷേ ഇവിടെ വരുന്നവരോട് ഒരു അഭ്യർത്ഥന, അയിലൂരിലെ നാട്ടുകാർക്ക് മാത്രം പരിചയമുള്ളൊരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് വരുന്നവർ ഒരിക്കലും ഈ സ്ഥലം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. അയിലൂർ മാത്രമല്ല, ഏതൊരു നാട്ടിൽ പോയാലും ആ നാട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല. ഈ കാഴ്ചകളും ഇവിടുത്തെ ജീവിത രീതികളെല്ലാം വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഇന്നും കേരളത്തനിമ നിലനിർത്തുന്ന വളരെ ചുരുക്കം ചില ഗ്രാമങ്ങളിലൊന്നാണ് അയിലൂർ. വലിയ ഹോട്ടലുകളോ റിസോർട്ടുകളോ ഒന്നും തന്നെ ഇവിടെയില്ല. ഈ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളും വരാറില്ല. പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരും പണ്ടെപ്പോഴോ ഈ നാടിനോട് യാത്ര പറഞ്ഞു പോയ എന്നെ പോലുള്ള കുറച്ച് പേരുമാണ് പാലക്കാട് അധികം ആരും അറിയപ്പെടാത്ത അയിലൂർ എന്ന ഈ മനോഹരമായ നാടിനെ തേടി ഇവിടെ വന്നെത്തുന്നത്. ഈ നാട്ടിൽ പ്രസിദ്ധമായ ഒരു കലാരൂപമുണ്ട്, കണ്യാറുകളി. നിർഭാഗ്യവശാൽ കണ്യാറുകളിയുടെ ഒരു വീഡിയോ ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അധികം വൈകാതെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട്. സൂര്യൻ അസ്തമിച്ചു. ഈ നാടിനോട് യാത്ര പറയാൻ സമയമായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയായി വീണ്ടും വരാം.